ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഇടിച്ചക്ക കൊണ്ട് ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ അത്. നമ്മുടെ ചിക്കൻ കറിയുടെയൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി തലേദിവസം കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇടിച്ചക്ക ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാൻ പോവുകയാണ്. ഇടിച്ചക്ക കയ്യിൽ കറ പറ്റാതെ എങ്ങനെ നന്നാക്കി എടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഞാൻ ഇടിച്ചക്ക ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ കറിക്ക് ആവശ്യമുള്ള തക്കാളിയും സവാളയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ചക്ക ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാളയും പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുക്കാം. അതുകൂടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയും കൂടി അരിഞ്ഞെടുക്കാം. ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചെടുക്കാം. ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചിരകി എടുത്തതിന് ശേഷം 1/4 പാലും 2/2 പാലും എടുത്ത് വയ്ക്കാം. അപ്പം നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫും അതുപോലെ കുറച്ച് കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറിക്ക് ആവശ്യമുള്ള പൊടികൾ എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാകമാകുമ്പോൾ ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ. ഇനി ആ തക്കാളിയും കൂടി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിലർക്കൊന്നും ഇതിനകത്ത് തക്കാളി ഇടുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. തക്കാളി ഇതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വേവിച്ച സമയത്ത് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പതിയെ തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് അതിൽ കിടന്നൊന്ന് വേവട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പിഴിഞ്ഞെടുത്ത 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ എന്താ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കൊന്നും വേണ്ട. നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇടിച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇത് പുട്ടിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇടിച്ചക്ക കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചോളൂ കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും കാണാം.